രണ്ടാമത്തെ കാര്യം, ഈ ഒരു ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പുതിയൊരു വർഷവുമായി ബന്ധപ്പെട്ട് ഈ ഒരു ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പുതിയ വർഷവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും ആ ദിവസം ആഘോഷിക്കാറുണ്ട്. ആ ഒരു ദിവസം എല്ലാ വർഷവും ആഘോഷിക്കും. ഇതൊരു മുസ്ലിമിന് എങ്ങനെ സാധിക്കും? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് കടന്നു വന്ന സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ പലതരത്തിലുള്ള ദിവസങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് ആഘോഷിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഖദ് അബ്ദലകുമുല്ലാഹു ലകുമാ ഖൈറൻ മിൻഹുമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദ് അബ്ദലകുമുല്ലാഹു ബിഹിമാ ഖൈറൻ മിൻഹുമാ. ആ ദിവസങ്ങളെക്കാളും അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രേഷ്ഠമായ 2 ദിവസങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഈദുൽ ഫിത്രി വ ഈദുൽ അദ്ഹ, അല്ലെങ്കിൽ ഈദുൽ ഫിത്രി വ ഈദുൽ അദ്ഹ. അത് ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളുമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷത്തിലും ഇങ്ങനെ ആവർത്തിക്കപ്പെടുന്ന രീതിയിൽ ഒരു ആഘോഷം എന്നുള്ളത് ഇസ്ലാം അനുവദിക്കാത്തതാണ്. അതിനാണ് ഈദ് എന്ന് പറയുക. ചില ആൾ പറയും നമ്മളത് ഈദായിട്ട് കാണുന്നില്ല, കേവലം ഒരു ആഘോഷമാണ്. എല്ലാ വർഷവും ആവർത്തിച്ചു വരുന്നതിനാണ് അറബിയിൽ ഈദ് എന്ന് പറയുക. അപ്പോൾ എല്ലാ വർഷവും ആഘോഷിക്കപ്പെടുന്ന ഏത് ആഘോഷമാണെങ്കിലും അത് ഈദാണ്, അത് ഇസ്ലാം വിലക്കിയതാണ്. ഈ ഈദുകളല്ലാതെ ബാക്കിയുള്ള എല്ലാ ഈദുകളും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വിലക്കിയതാണ്. മാത്രമല്ല ഇങ്ങനെ ചെയ്യുക എന്നുള്ളത് കാഫിരീങ്ങളുടെ പ്രവർത്തനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആരെങ്കിലും ഒരു സമുദായത്തോട് സാദൃശ്യം പുലർത്തിയാൽ അവൻ അവരിൽപ്പെട്ടവനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള കാര്യത്തിൽ നമ്മൾ ഗൗരവം കാണിക്കണം. ഇന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കി, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഖീദയുടെ വിഷയത്തിൽ പലതരത്തിലുള്ള വിട്ടുവീഴ്ച അല്ലെങ്കിൽ പലതരത്തിൽ അവർ കുറവുകൾ കാണിക്കാറുണ്ട്. മറ്റു മതക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരാധനകൾ അല്ലെങ്കിൽ അവരുടെ അഖീദ വിഷയത്തിൽ അവർ കടുംപിടുത്തക്കാരായിരിക്കും. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിലും അവർ ഇങ്ങനെ പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എത്ര കാലം നമ്മൾ പോകും? ഇങ്ങനെ പോകുന്ന കാലത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിന്ദ നിശ്ചയിച്ചു തരും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, إذا تبايعتم بالعينة وأخذتم أذناب البقر ورضيتم بالزرع سلط الله عليكم ذلا. പ്രിയപ്പെട്ട മുസ്ലിം സമുദായമേ, നിങ്ങൾ ദുനിയാവിന്റെ പിറകിൽ പോയാൽ കച്ചവടവും കൃഷിയും ഒക്കെയായി ദുനിയാവിന്റെ സുഗാഡംബരങ്ങളിൽ കണ്ണഞ്ചി പോയിക്കൊണ്ട് ജീവിക്കാൻ നിങ്ങൾ തയ്യാറായാൽ സല്ലല്ലാഹു അലൈക്കും ദുല്ലൻ, നിന്ദരായ ആൾക്കാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് മുകളിൽ വെക്കും, അല്ലെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് നിന്ദ നൽകും. എവിടെയും നമ്മൾ നിന്ദിക്കപ്പെടും. താടി വെച്ചാൽ നിന്ദിക്കപ്പെടുക, ഇസ്ലാമിക വസ്ത്രം ധരിച്ചാൽ നിന്ദിക്കപ്പെടുക, ഇസ്ലാമിന്റെ അഖീദ പറഞ്ഞാൽ നിന്ദിക്കപ്പെടുക. ഈ ഒരു അവസ്ഥ നമുക്കുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് മാറാനുള്ള പോംവഴി എന്താണ്? ലാ യൻസിഉഹു ഹത്താ തർജിഉ ഇലാ ദീനികും. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് മുൻകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഇസ്സത്ത് നിങ്ങൾക്ക് തിരികെ വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഹത്താ തർജിഉ ഇലാ ദീനികും, ദീനിലേക്ക് മടങ്ങുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് നമ്മൾ തയ്യാറാവാൻ പാടില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്, നമ്മുടെ മതത്തിന്റെ അടിസ്ഥാനമാണ്, നമ്മുടെ വിജയത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനമാണ്. ഇതില്ലെങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധ്യമല്ല. ഈ ഒരു ജീവിതം എന്നുള്ളത് കേവലം ഏതാനും വർഷങ്ങൾ മാത്രമാണ് എന്നൊരു വാസ്തവം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും വലിയ സ്ഥാനം ദീനുൽ ഇസ്ലാമിന് നൽകി നമ്മൾ ജീവിക്കാൻ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മുസ്ലിമായി ജീവിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.